വെച്ചുകൊണ്ടാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഇവിടെ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ സ്ഥാനാർത്ഥികൾ എങ്ങനെ വന്നു എന്നുള്ള സാഹചര്യം പേയ്മെന്റ് സീറ്റാണ് എന്ന് കൃത്യമായിട്ടുള്ളത് അറിയാമല്ലോ. നിങ്ങൾ ആരോപണം ഇവിടെ ജില്ലയിൽ നിന്നുള്ള നേതാവാണ് ACC ജനറൽ സെക്രട്ടറി. സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നേതൃത്വത്തെ കണ്ടും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് കുട്ടനാട്ടുകാരനല്ലാത്ത കുട്ടനാട് പുറത്തുള്ള ഒരു വ്യവസായം കുട്ടനാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അത് പേയ്മെന്റ് രീതിയിലേക്ക് ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് വ്യക്തമായി ഞാൻ പറയാനുണ്ടാകും. കാരണം ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം ഞാനിപ്പോൾ നിങ്ങൾ നമ്മൾ വലിയ രീതിയിൽ സന്തോഷവാനായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. വർഷങ്ങൾ ജനിച്ച നാൾ മുതൽ കണ്ട ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് മാറേണ്ടി വരുന്നത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന മനസ്സിലാക്കണം. അത്രയധികം ത്യാഗം സഹിച്ച ഈ പ്രസ്ഥാനത്തിലുണ്ടായി. നിങ്ങൾ കണ്ടിട്ടല്ലോ അത്തിച്ചാരത്തിൽ എല്ലാവരും മാറുമ്പോൾ ഇടയ്ക്ക് മാറിയിട്ടുണ്ടോ? കൂടെ നിൽക്കുന്ന എന്തിനെങ്കിലും അടിമടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ മുഴുവൻ മേടിക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. എനിക്ക് നേതാക്കന്മാരെയോ പറ്റത്തില്ല. അത്രയധികം പ്രതിസന്ധിയിലാണ് നമുക്കറിയാം. നമുക്ക് ജനിച്ചതാണോ കാണുന്നത് ഇതിലത്തെ ഫോട്ടോയും രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ ഉറക്കമോ കാണുന്നത് അത്തരം ഫോട്ടോകളുണ്ടായി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പ്രസ്ഥാനത്തിൽ നിന്നും കരുതി പ്രസ്ഥാനത്തെ കുറ്റം പറയാനോ നേതാക്കന്മാരെ കുറ്റം പറയാനോ ഞാൻ തയ്യാറല്ല. പക്ഷെ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം. കുട്ടനാട്ടിലെ ജനങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോണം. കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ചരിത്രം നടക്കാൻ പോകാം കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളും. കാരണം ഞാനൊരു സാധാരണക്കാരനെ